Hello everyone, welcome back to the channel. നമ്മൾ +2 മാത്തമാറ്റിക്സ് വെക്ടർ ഓൾജിബ്ര സെക്ഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ റിവിഷൻ ഫോമിലുള്ള ഒരു ക്ലാസ് ആണ്. നിങ്ങളുടെ +2 എക്സാമിന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ പാർട്ടാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വെക്ടർ എന്താണെന്ന് നന്നായിട്ട് അറിയാം അല്ലേ? ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ. വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ എ വെക്ടർ എ എന്ന് ഡിനോട്ട് ചെയ്യുന്ന എയുടെ മുകളിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടാണ് അത് വായിക്കുന്നത് വെക്ടർ എ എന്നാണ്. ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇനി ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഒരു വെക്ടറിന്റെ ലെങ്ത്, ഒരു വെക്ടറിന്റെ ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെക്ടറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വെക്ടറിന്റെ ലെങ്ത് എത്രയാണോ അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറഞ്ഞത്. രണ്ട് വെർട്ടിക്കൽ ബാറിനിടയിൽ നമ്മുടെ ആ വെക്ടർ എഴുതും, അങ്ങനെയാണ് അതിന്റെ ലെങ്ത്. ഇത് ഈ സിമ്പൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, മാഗ്നിറ്റ്യൂഡിനെ കാണിക്കാനാണ് അല്ലെങ്കിൽ മോഡുലസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വെക്ടറിന് എത്ര ലെങ്ത് ഉണ്ടോ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കാണിക്കാനുള്ള സിമ്പലാണ് ഇങ്ങനെ ബാറിനകത്ത്, രണ്ട് ബാറിനകത്ത് വെക്ടർ എ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നു. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പൊസിഷൻ വെക്ടർ എന്താണ് പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് വൈ ആക്സിസുകൾ വരച്ചു. ഞാനിവിടെ ഒരു 3D ഒരു പോയിന്റ് PXYZ എന്നാണ് മാർക്ക് ചെയ്തു. ഇതിന്റെ പൊസിഷൻ വെക്ടർ, ഈ പോയിന്റ് XYZന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് നമുക്ക് വരയ്ക്കുന്ന ഈ വെക്ടർ, ആ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ആ വെക്ടറിലെ അതിനെ വിളിക്കുന്ന പേരാണ്, നീട്ടി വരയ്ക്കുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡയറക്റ്റ് ചെയ്യുന്ന ആ ഒരു വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ ഇത് പി ആണെങ്കിൽ OP, നമ്മൾ എങ്ങനെയാണ് പൊസിഷൻ വെക്ടർ എഴുതുന്നത്, PXYZ ആണ് പോയിന്റ് എങ്കിൽ പൊസിഷൻ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന OP എന്ന് പറയുന്നത് XI പ്ലസ് YJ പ്ലസ് ZK. ഇങ്ങനെ IJKയുടെ മുകളിലൊരു ഇങ്ങനെ ഒരു ആരോ മാർക്കിന്റെ ഒരു സിമ്പലും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇത് വായിക്കുന്നത് എന്താ, XI പ്ലസ് YJ പ്ലസ് ZK. അപ്പോൾ പൊസിഷൻ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് XI പ്ലസ് YJ പ്ലസ് ZK എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒറിജിൻ എന്താണ് 0 0 0 എന്നറിയാം, P എന്നുള്ള പോയിന്റ് XYZ ആണെന്നറിയാം. അങ്ങനെയെങ്കിൽ ഈ OP എന്നുള്ളതിന്റെ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ആണ് മോഡുലസ് ഓഫ് OP അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് OP എന്ന് പറയാം, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് OP എന്ന് പറയാം. പല പേരിൽ ഇത് വിളിക്കുന്നുണ്ട്. അപ്പൊ മോഡുലസ് ഓഫ് OP ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x minus 0 the whole square plus y minus 0 the whole square plus z minus 0 the whole square. അതായത് x minus 0 എന്ന് പറഞ്ഞാൽ x തന്നെ, x square plus y square plus z square. P എന്നുള്ള പോയിന്റ് XYZ ആണെങ്കിൽ ഈ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര വരും, റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ പ്ലസ് Z സ്ക്വയർ ആയിരിക്കും. ഈ പോയിന്റ് PXYZ ഇതിലൊരു വെക്ടർ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ വെക്ടർ നമുക്ക് R എന്നെടുക്കാം. വെക്ടർ R എന്ന് പറഞ്ഞാൽ ഓക്കെ, വെക്ടർ R, ഈ വെക്ടർ R പോസിറ്റീവ് X ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ആൽഫ എന്നിരിക്കട്ടെ, ഇത് ആൽഫ. അതുപോലെ പോസിറ്റീവ് Y ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ എന്നിരിക്കട്ടെ. ദെൻ പോസിറ്റീവ് Z ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത്, Z ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗാമ എന്നിരിക്കട്ടെ. അങ്ങനെ ആൽഫ ബീറ്റ ഗാമ, അങ്ങനെ 3 ആംഗിളുകൾ ഓരോ XYZ ആക്സിസുകളായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതാണെങ്കിൽ, ഈ ഒരു പൊസിഷൻ വെക്ടർ X ആക്സിസായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ, Y ആക്സിസായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ, Z ആക്സിസായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗാമ ആണെങ്കിൽ ഈ ആംഗിൾസിനെ വിളിക്കുന്ന പേര് ഡയറക്ഷൻ ആംഗിൾസ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, ഇങ്ങനെ 3 ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇതിനെ 3നെയും വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ കൊസൈൻസ്. എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഡയറക്ഷൻ കൊസൈൻസ്. അപ്പൊ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് ഡയറക്ഷൻ ആംഗിൾസും, ഓക്കെ, കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ അതിൻ്റെയൊക്കെ കൊസൈൻസ് എടുക്കുകയാണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസും ആയിരിക്കും. നമ്മൾ സാധാരണ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് L ഈക്വൽ ടു കോസ് ആൽഫ, M ഈക്വൽ ടു കോസ് ബീറ്റ, N ഈക്വൽ ടു കോസ് ഗാമ എന്നാണ്. ഓക്കെ, അപ്പോൾ Lഉം Mഉം N ഒക്കെ എന്താണ്, ഡയറക്ഷൻ കൊസൈൻസ് ആണ്. അതായത് L എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, M എന്ന് പറഞ്ഞാൽ കോസ് ബീറ്റ, N എന്ന് പറഞ്ഞാൽ കോസ് ഗാമ ആയിരിക്കും. ഓക്കെ, വെക്ടർ R എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ XI പ്ലസ്
അല്ലെ. ഒ പി എന്ന് പറഞ്ഞ വെക്ടർ ആറാന്ന് ഞാൻ മാർക്ക് ചെയ്തിരുന്നു. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ് വെക്ടർ ആർ എങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ ആർ എന്താണ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ, രണ്ട് രീതിയിലും പറയാം. മോഡുലസ് ഓഫ് വെക്ടർ ആർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ ഒരു വെക്ടർ തന്നാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ പഠിച്ചു. അതിന്റെ ഐ ജെ കെ കമ്പോണന്റുകൾ എടുക്കുക, അതിന്റെ കോഎഫിഷ്യൻസ് ഓരോന്ന് നോക്കുക. എക്സ് അതിന്റെ എല്ലാത്തിന്റെയും കൂടെ സ്ക്വയർ എടുത്താൽ മതി. എന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ദെൻ അപ്പോൾ നമ്മൾ പറയുന്ന ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഇതിൽ നിന്നും ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. കോസ് ആൽഫ ഈക്വൽ ടു എക്സ് ബൈ മോഡ് വെക്ടർ ആർ, കോസ് ബീറ്റ ഈക്വൽ ടു y by modulus of vector r, and cos gamma equal to z by modulus of vector r. ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാ അല്ലേ. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ കോസ് ആൽഫ ഈക്വൽ ടു എക്സ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ, കോസ് ബീറ്റ ഈക്വൽ ടു വൈ ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ, കോസ് ഗാമ ഈക്വൽ ടു ഇസഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ. ഇമ്പോർട്ടൻ്റ് ആണ്. കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, എൽ എം എൻ, ഇതിന് പകരം എൽ എം എന്നും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പം എൽ എം എൻ കാണാൻ പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ പറഞ്ഞാൽ എന്താ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ് വാല്യൂകളാണ്, ആംഗിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ് വാല്യൂകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കോസ് ആൽഫ ഈക്വൽ ടു എക്സ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ. മോഡുലസ് ഓഫ് വെക്ടർ ആർ ഇവിടെ കാണാൻ നമുക്കറിയാം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ എക്സിന്റെ ടേം എഴുതുക, അതിനെ ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ കോസ് ബീറ്റ എന്ന് പറയുന്നത് വൈ ഡിവൈഡഡ് ബൈ, ഇവിടുത്തെ വൈ എന്ന് പറഞ്ഞാൽ എന്താ, ജെയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് എന്താണോ അതാണ് വൈ. ദെൻ ഇവിടെ കോസ് ഗാമ എന്ന് പറയുന്നത് ഇസഡ് ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ. ഇസഡ് എന്താണ്, കെയുടെ കോഎഫിഷ്യന്റ് ആണ്. അപ്പോൾ ഇസഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ. അപ്പോൾ ഈ 3 ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കൊസൈൻ വാല്യൂസ് ആണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. അതായത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. കോസ് ആൽഫ കാണാൻ എക്സ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ, കോസ് ബീറ്റ എന്ന് പറയുന്നത് വൈ ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ, കോസ് ഗാമ എന്ന് പറയുന്നത് ഇസഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് എന്ത് പറയാം, ഈ എന്താ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, എൽ ആണ്. അപ്പോൾ കോസ് ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എൽ സ്ക്വയറിന് കൊടുക്കാം. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1. ഈ റിലേഷൻ ഓർത്തിരിക്കുക. ഈ 2 റിലേഷൻ ഒന്നുകിൽ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ ഇത് പറയാം. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1. ഇനി അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്, ഫോർ എനി വെക്ടർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെക്ടർ എടുക്കുവാണെങ്കിൽ, ഏതൊരു വെക്ടറിനും ദ നമ്പേഴ്സ് എക്സ് വൈ സെഡ് റെപ്രസെൻറ്റ്സ് ദ സെറ്റ് ഓഫ് ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ ഈ എക്സ് വൈ ഇസഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഡയറക്ഷൻ റേഷ്യോസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു വെക്ടർ എടുത്താലും എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് പറഞ്ഞൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിലത്തെ എക്സ് വൈ ഇസഡുകൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡയറക്ഷൻ റേഷ്യോസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദ വെക്ടർ കാണാൻ, അതായത് മോഡുലസ് ഓഫ് വെക്ടർ കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡയറക്ഷൻ റേഷ്യോസ് കാണാൻ, ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ, അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള സ്കെയിലാർ പ്രോഡക്റ്റ്. അതിന് വേറൊരു പേരും പറയും, ഡോട്ട് പ്രോഡക്റ്റ് എന്നും പറയാറുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ്, സ്കെയിലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. അപ്പോൾ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ബി എന്നുള്ള 2 വെക്ടേഴ്സ് ആണെങ്കിൽ, വെക്ടർ എ വെക്ടർ ബി, ഇത് 2 വെക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഇതാണ് വെക്ടർ റെപ്രസെൻറ്റേഷൻ. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്നാണ് സ്കെയിലാർ പ്രോഡക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഡെഫിനേഷൻ പറഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. എന്തായിരുന്നു, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതണം, ഇൻറ്റു ഇതിന്റെ ഈ രണ്ടാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതണം, ദെൻ ഇൻറ്റു കോസ് തീറ്റ. ഈ 2 വെക്ടർ തമ്മിലുള്ള ആംഗിൾ ആണ്. വെർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ആൻഡ് ബി. വെർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ആൻഡ് ബി. ഓക്കെ. അപ്പോൾ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം. അപ്പോൾ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ b into cos theta, where theta is the angle between the vectors vector a and vector b. വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും
ഇടയിൽ വരുന്ന ആംഗിളിനെ വിളിക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എ ഡോട്ട് ബി എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. ഇനി ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും, അതൊരു ഒരു നമ്പർ ആയിരിക്കും, ഒരു സ്കെയിലാർ ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. ഒന്നുകിൽ വെക്ടർ എയോ അല്ലെങ്കിൽ വെക്ടർ ബിയോ 0 ആണെങ്കിൽ എ ഡോട്ട് ബി 0 ആയിരിക്കും. അതുപോലെ തന്നെ ആ രണ്ട് വെക്ടർ തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ നമുക്ക് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി എന്ന് പറയാം. കാരണം ആംഗിൾ 0 ആണെങ്കിൽ കോസ് 0 എന്ന് വരും, കോസ് 0യുടെ വാല്യൂ 1 ആണ് അല്ലേ. ഇനി രണ്ട് വെക്ടേഴ്സ് എ ബി എന്നത് രണ്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് വെക്ടർ എ വെക്ടർ ബി എന്ന് പറയാം, അവ പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. രണ്ട് വെക്ടേഴ്സ് എ ബി എന്നുള്ള രണ്ട് വെക്ടേഴ്സ് ആണ്, അവ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അതുപോലെ രണ്ട് വെക്ടേഴ്സിനെ നമുക്കറിയാമെങ്കിൽ എ ബി എന്നുള്ളത് രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, തീറ്റ. തീറ്റ എന്ന് പറയുന്നത് കാണാൻ വേണ്ടി ഒരു ഇക്വേഷൻ, അത് കോസിൻ്റെ ടേംസിലാണ് നമ്മൾ പഠിക്കുന്നത്. കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എഴുതുക, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പോൾ ഇതേ ഡെഫിനേഷനിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞത് വെക്ടർ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ ഇതിൽ നിന്നും നമുക്ക് കോസ് തീറ്റ എഴുതാൻ പറ്റും. അപ്പോൾ ആംഗിൾ ആയതുകൊണ്ട് കോസ് തീറ്റ ഈക്വൽ ടു എന്നുള്ള ഫോമാണിത്. ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? തീറ്റ ഈക്വൽ ടു ഈ റൈറ്റ് വന്നേക്കുന്ന ഭാഗത്തിൻ്റെ കോസ് ഇൻവേഴ്സ് എടുത്താൽ മതി. അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് ഈ ബ്രാക്കറ്റിൽ വരുന്ന വാല്യൂ, അതായത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. ഓക്കെ, അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് വെക്ടർ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നതും വെക്ടർ ബി ഡോട്ട് വെക്ടർ എ എന്ന് പറയുന്നതും സെയിം ആണ്. എ ഡോട്ട് ബി എടുത്താലും ബി ഡോട്ട് എ എടുത്താലും സെയിം തന്നെയായിട്ട് വരും. ഓക്കെ, സ്കെയിലാർ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ, ഇവിടെ ഓൺ ബി അല്ലേ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, മോഡുലസ് ഓഫ് വെക്ടർ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സ്കെയിലാർ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി. അടുത്തത് വെക്ടർ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. വെക്ടർ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡോട്ട് പ്രൊഡക്റ്റ് തന്നെ എടുക്കുക, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു എന്തുകൂടെ ചെയ്യണം? ബി ക്യാപ്പും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബി ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി വെക്ടർ ബി, വേർ ബി ക്യാപ്പ് ഇസ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ ബി. വെക്ടർ ബിയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് ബി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ, അതായത് നമ്മൾ വെക്ടർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടർ എ, സപ്പോസ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ A1 i ക്യാപ്പ് പ്ലസ് A2 j ക്യാപ്പ് പ്ലസ് A3 k ക്യാപ്പ്. വെക്ടർ ബി എന്ന് പറഞ്ഞാൽ B1 i ക്യാപ്പ് പ്ലസ് B2 j ക്യാപ്പ് പ്ലസ് B3 k ക്യാപ്പ്. ഇങ്ങനെ ഇരിക്കട്ടെ. രണ്ട് വെക്ടേഴ്സ് വെക്ടർ എയും വെക്ടർ ബിയും തന്നേക്കുവാണ്. അതിനെ IJK കമ്പോണന്റിന്റെ ഫോമിൽ എഴുതിയേക്കുവാണ് രണ്ട് വെക്ടേഴ്സിനെ. അങ്ങനെയെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ആദ്യം ഒരു ഡെഫിനേഷൻ പഠിച്ചു, എ ബി കോസ് തീറ്റ എന്ന്. പക്ഷെ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എല്ലാം അറിയണം അല്ലേ? അപ്പോൾ ഈ ഫോമിലാണ് നമുക്ക് വെക്ടേഴ്സ് വന്നിരിക്കുന്നതെങ്കിലോ A1i പ്ലസ് A2j പ്ലസ് A3k IJK കമ്പോണന്റുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ വെക്ടേഴ്സ് വന്നിരിക്കുന്നതെങ്കിൽ എ ഡോട്ട് ബി കാണാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം ഐ കമ്പോണന്റുകൾ നോക്കുക. ഐ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഐ വരുന്ന പാർട്ട്. ഇതിനകത്ത് B1i. ഓക്കെ, അപ്പൊ ഐ കമ്പോണന്റുകളുടെ കോഎഫിഷ്യൻസ് നോക്കുക. ഇവിടെ A1 ആണ്, ഇവിടെ B1 ആണ്. അപ്പൊ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് A1 ഇൻറ്റു B1, A1 ഇൻറ്റു B1 അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ജെ കമ്പോണന്റ് നോക്കുക. ഇവിടെ ജെ കമ്പോണന്റ് A2, ഇവിടെ ജെ കമ്പോണന്റുകൾ നോക്കുക.
ഇവിടെ A2J, ഇവിടെ B2J. അപ്പോൾ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. A2 ഇൻറ്റു B2 ചെയ്യുക. അടുത്ത K കമ്പോണന്റ് നോക്കുക. ഇവിടെ A3K, ഇവിടെ B3K ആണ്. അപ്പോൾ A3 ഇൻറ്റു B3 ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ് ആയി. ഓക്കെ. അപ്പോൾ A ഡോട്ട് B എന്ന് പറഞ്ഞാൽ എന്താണ്? I കമ്പോണന്റ് കോഎഫിഷ്യന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് A1 ഇൻറ്റു B1 പ്ലസ് J കമ്പോണന്റുകളുടെ കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് A2 ഇൻറ്റു B2 പ്ലസ് K കമ്പോണന്റുകളുടെ കോഎഫിഷ്യന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. A3 ഇൻറ്റു B3. A3 ഇൻറ്റു B3. അടുത്ത നമുക്ക് പഠിക്കേണ്ട എന്താണ്? വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. എന്താണ് വെക്റ്റർ പ്രോഡക്റ്റ്? വെക്റ്റർ പ്രോഡക്റ്റ് എന്താണ് വെക്റ്റർ പ്രോഡക്റ്റ്? അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേരാണ് വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്നും പറയും. വെക്റ്റർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്നും പറയും. ഇപ്പൊ A, B എന്നുള്ള രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ, വെക്ടർ A, വെക്ടർ B എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അവ തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? വെക്ടർ A ഇതിങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇല്ലേ, അതിടുക. അത് ഇൻറ്റു സിമ്പിൾ ഇടുക. വെക്ടർ A ക്രോസ് എന്നാണ് വായിക്കണേ. വെക്ടർ A ക്രോസ് വെക്ടർ B ഈക്വൽ ടു, അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വെക്ടർ A ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ B ഇൻറ്റു സൈൻ തീറ്റ n ക്യാപ്. ഇങ്ങനെയാണ് അതിന്റെ ഡെഫിനേഷൻ. തീറ്റ എന്ന് പറയുന്നത് is the angle between the vectors A and B and n cap is the unit vector perpendicular to both A and B. ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡുലസ് ഓഫ് വെക്ടർ A ക്രോസ് B. മോഡുലസ് ഓഫ് വെക്ടർ A ക്രോസ് B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാം? മോഡുലസ് ഓഫ് വെക്ടർ A ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ B ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും ഡെഫിനേഷൻ. ഈ ഇക്വേഷനിൽ തന്നെ എഴുതാവുന്നതാണ്. മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് സൈൻ തീറ്റ എന്ന് വരും. ഇനി എയും ബിയും പാരലൽ ആണെങ്കിൽ, എയും ബിയും A, B വെക്ടർ A, വെക്ടർ B എന്ന് പറയുന്നത് പാരലൽ വെക്ടേഴ്സ് ആണെങ്കിൽ A ക്രോസ് B എന്ന് പറഞ്ഞത് വെക്ടർ A ക്രോസ് വെക്ടർ B എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. വെക്ടർ Aയും വെക്ടർ Bയും പാരലൽ ആണെങ്കിൽ, അതായത് തീറ്റ എന്ന് പറയുന്നത് ഒന്നുകിൽ 0 അതല്ലെങ്കിൽ 180 ആണെങ്കിൽ A ക്രോസ് ബിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, വെക്ടർ A, വെക്ടർ B ആർ പെർപെൻഡിക്കുലർ, രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ദെൻ A ക്രോസ് B എന്ന് പറഞ്ഞാൽ എന്ത് വരും എന്നറിയോ? മോഡുലസ് ഓഫ് വെക്ടർ A ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ B ഇൻറ്റു n ക്യാപ്. അവിടെ സൈൻ തീറ്റ, അപ്പോൾ സൈൻ 90 വരും, അപ്പോൾ 1 വരും. അതുകൊണ്ട് ഡെഫിനേഷനിൽ വരുമ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ A ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ B ഇൻറ്റു n ക്യാപ്പിനെ വരുള്ളൂ. അതുപോലെ തന്നെ A ക്രോസ് A, അടുത്തൊരു റിസൾട്ടാണ് A ക്രോസ് A. വെക്ടർ A ക്രോസ് വെക്ടർ A എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ A ആൻഡ് B. വെക്ടർ Aക്കും Bക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന യൂണിറ്റ് വെക്ടർ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരുന്നു പറഞ്ഞത്? n ക്യാപ്പ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ n ക്യാപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വെക്ടർ A ക്രോസ് വെക്ടർ B, രണ്ടിനെയും കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ A ഇൻറ്റു വെക്ടർ B. മോഡുലസ് ഓഫ് വെക്ടർ A ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ B. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, രണ്ടിന്റെയും അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വെക്ടറാണ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു A ആൻഡ് B. ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B ഈസ് A ക്രോസ് B ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ A ഇൻറ്റു വെക്ടർ B. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത് പറയാനുള്ള ഏരിയ ഓഫ് പാരലലോഗ്രാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഏരിയ ഓഫ് പാരലലോഗ്രാം വിത്ത് സൈഡ്സ് വെക്ടർ A ആൻഡ് വെക്ടർ B. സൈഡ്സ് എയും ബിയും ആയിട്ട് വരത്തക്ക വിധത്തിലുള്ള പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് A ക്രോസ് B ആയിരിക്കും. അതായത് മോഡുലസ് ഓഫ് A ക്രോസ് B, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B. A ക്രോസ് ബിയുടെ മോഡുലസ് വാല്യൂ എന്താണോ അതായിരിക്കും ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് എ ബി സി വെർട്ടിസസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് AB ക്രോസ് AC ആണ്. ഇനി എങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റ് കാണുന്നത്? ക്രോസ് പ്രോഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ പഠിച്ചു. അതുപോലെ തന്നെ വെക്ടർ A എന്ന് പറയുന്നത് A1i ക്യാപ് പ്ലസ് A2j ക്യാപ് പ്ലസ് A3k ക്യാപ് ആണെങ്കിൽ, അതുപോലെ വെക്ടർ B എന്ന് പറഞ്ഞാൽ B1i ക്യാപ് പ്ലസ് B2j ക്യാപ് പ്ലസ് B3k ക്യാപ് ആണെങ്കിൽ വെക്ടർ A ക്രോസ് വെക്ടർ B. അപ്പം നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു A ക്രോസ് B എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ വാല്യൂ അല്ല. A ക്രോസ് B എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുമ്പോൾ ഒരു IJK കമ്പോണന്റുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും.
അപ്പോൾ എ ക്രോസ് ബിയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഉപയോഗിച്ചിട്ടാണ് കാണുന്നത്. ഡിറ്റർമിനന്റ് ഐ ജെ കെ. ഫസ്റ്റ് റോ ഐ ജെ കെ എന്ന് കൊടുക്കുക. സെക്കൻഡ് റോയിൽ എഴുതേണ്ടത് ആദ്യത്തെ വെക്ടർ ഉണ്ടല്ലോ, ആദ്യത്തെ വെക്ടറിന്റെ ഈ ഓരോ കമ്പോണന്റുകളുടെ കോഎഫിഷ്യൻസ് ആണ് താഴെ എഴുതേണ്ടത്. ഈ ഐയുടെ താഴെ ഇവിടുത്തെ ഐയുടെ കമ്പോണന്റ് എടുക്കുക. ഐയുടെ കമ്പോണന്റിൽ ഐയുടെ കോഎഫിഷ്യന്റ് നോക്കുക, A1 ആണ്. അപ്പൊ ഈ ഐയുടെ താഴെ ഈ A1 എഴുതുക, A1. ഇനി ഇവിടെ രണ്ടാമത് ജെ അല്ലേ, ജെയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് A2. അപ്പൊ അടുത്ത ജെയുടെ താഴെ A2 എന്ന് എഴുതി. ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് നോക്കുക, ഇവിടെ A3 ആണ്. A3 ഈ കെയുടെ താഴെ എഴുതി. സെക്കൻഡ് റോ കഴിഞ്ഞു. ഇനി തേർഡ് റോ എഴുതാൻ രണ്ടാമത്തെ വെക്ടർ നോക്കുക. രണ്ടാമത്തെ വെക്ടർ എന്തായിരുന്നു? B1i പ്ലസ് B2j പ്ലസ് B3k ആണ്. ഇതിലും ഐ ജെ കെ കോഎഫിഷ്യൻസ് നോക്കുക, ഐ ജെ കെകളുടെ കോഎഫിഷ്യൻസ് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ എഴുതിയാൽ മതി. ഐയുടെ കോഎഫിഷ്യന്റ് ഇവിടെ B1, ഇവിടെ ഐയുടെ അതിന് താഴെ B1 എഴുതുക. ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ് B2, അപ്പോൾ ഇവിടെ ജെയുടെ താഴെ B2 എഴുതുക. ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് B3, ഇവിടെ കെയുടെ താഴെ B3 എഴുതുക. മൂന്നാമത്തെ റോയും കഴിഞ്ഞു. ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചതാണ് അല്ലേ. ഇത് വാല്യൂ എങ്ങനെയായിരുന്നു? ഐ ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞിട്ട് കിട്ടുന്ന മൈനർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ക്രോസ് ബിയുടെ ഡെഫിനേഷൻ എന്താ? ഡിറ്റർമിനന്റ് ഐ ജെ കെ A1 A2 A3 B1 B2 B3. അപ്പോൾ A1ഉം A2ഉം A3യും B1 B2 B3 എഴുതുന്ന വിധം മനസ്സിലായല്ലോ. സെക്കൻഡ് റോയിൽ നിന്ന് ആദ്യത്തെ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തേർഡ് റോ എന്ന് പറയുന്നതിലാണ് രണ്ടാമത്തെ വെക്ടർ എഴുതേണ്ടത്. ഫസ്റ്റ് റോ എപ്പോഴും എന്താണ്? ഐ ജെ കെ ആണ്. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ എഴുതുക കേട്ടോ. ആദ്യം ഐ ജെ കെ, പിന്നെ ഫസ്റ്റ് വെക്ടറിന്റെ കമ്പോണന്റുകളുടെ കോഎഫിഷ്യന്റ്, ദെൻ അടുത്ത റോയിൽ എഴുതേണ്ടത് സെക്കൻഡ് വെക്ടറിന്റെ കോഎഫിഷ്യൻസ് എഴുതുക. ഓക്കെ, എന്നിട്ട് ആ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് മാത്രമേ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന പ്രോബ്ലംസ് ആണ് നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോബ്ലം മാഗ്നിറ്റ്യൂഡ് കാണാൻ തുടങ്ങാം. അതായത് ഒരു സിമ്പിളായിട്ട് ഒരു വെക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറ്റണമെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കമ്പ്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. ക്വസ്റ്റ്യൻ ഇതാണ്, വെക്ടർ A ഈക്വൽ ടു 2i മൈനസ് 7j മൈനസ് 3k എന്ന് വിചാരിക്കാം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് കാണാനാണ് പറഞ്ഞത്. എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുക. അതായത് ഈ ഒരു വെക്ടർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ, അതായത് XY Z ആക്സിസ് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഒറിജിനിൽ നിന്ന് ഇത് എത്ര ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്, അതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വെക്ടറിന്റെ ലെങ്ത് എത്രയാണ്, അതാണ് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? റെപ്രസെന്റ് ചെയ്യുന്ന ഇതെങ്ങനെയാണ്? മോഡുലസ് ഓഫ് വെക്ടർ എ. മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? സ്ക്വയർ റൂട്ടിനകത്ത് ഇതിന്റെ ഓരോ കോഎഫിഷ്യൻസിന്റെ സ്ക്വയേഴ്സ് എടുത്താൽ മതി. ഇതിന്റെ ഓരോ കോഎഫിഷ്യൻസ് എന്തൊക്കെയാണ്? ഐയുടെ കോഎഫിഷ്യന്റ് 2, അതിന്റെ സ്ക്വയർ എടുക്കുക. 2ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ് -7 എടുക്കണം. ഇവിടെയാണ് തെറ്റിക്കുന്നത് എല്ലാവരും. വെറുതെ 7 എടുത്താൽ പോരാ. നമ്മൾ ജനറൽ ആയിട്ട് വെക്ടർ എ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? XI പ്ലസ് YJ പ്ലസ് ZK, ഇങ്ങനെയല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്? എല്ലാം ഇവിടെ പ്ലസ് ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണ്. നമ്മൾ ഈ മൈനസ് എന്തിനെ ചേർത്തെടുക്കണം? കോഎഫിഷ്യന്റ് വാല്യൂ കൂടെ ചേർത്തെടുക്കണം. അപ്പോൾ സ്ക്വയർ റൂട്ടിനകത്ത് 2 സ്ക്വയർ പ്ലസ് -7 ഹോൾ സ്ക്വയറിന് എടുക്കണം, അല്ലെങ്കിൽ പ്രോബ്ലം തെറ്റിപ്പോകും. പ്രോബ്ലം തെറ്റില്ല, കാരണം ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് വിഷയമില്ല. പക്ഷെ എന്നാലും എടുക്കേണ്ടത് മൈനസും കൂടെ ചേർത്ത് വേണം എടുക്കാൻ. ഇനി കെയുടെ കോഎഫിഷ്യന്റ് -3, അപ്പം -3യുടെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ എന്താ? 4, -7ന്റെ സ്ക്വയർ 49 അല്ലേ. 7 × 7 49. അടുത്ത് -3 × -3 9. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9 4 13, 13 49 62 അല്ലേ. റൂട്ട് 62 എന്ന് കിട്ടും. നമ്മുടെ ഒറിജിനിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു വെക്ടറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 62 ആയിരിക്കും. സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ A ഈക്വൽ ടു i ക്യാപ് പ്ലസ് j ക്യാപ് പ്ലസ് 2k ക്യാപ്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ. ഇതേ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടറെയാണ് കാണാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. വെക്ടർ എയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെക്ടർ എ അതിന്റെ മോഡുലസ് വാല്യൂ കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. നമ്മൾ പഠിച്ച കാര്യം.
അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താ, ആ വെക്ടർ തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് വാല്യൂ. ഇവിടെ ന്യൂമറേറ്ററിൽ i പ്ലസ് ജെ പ്ലസ് 2k എന്ന് വരും. താഴെ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോഡുലസ് വാല്യൂ വേണം. ഇതിൻ്റെ മോഡുലസ് കാണാൻ നമുക്കറിയാം അല്ലേ. എന്ത് ചെയ്താൽ മതി, സ്ക്വയർ റൂട്ടിനകത്ത് ഇതിൻ്റെ ഓരോ കമ്പോണൻറ്റുകൾ എടുക്കുക, അതിൻ്റെ കോയിഫിഷ്യൻസിനെ നോക്കുക, അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എടുക്കുക. അപ്പോൾ ഐയുടെ കോയിഫിഷ്യൻ്റ് എന്താണ്, 1 ഇൻറ്റു ഐ എന്ന് എഴുതണേ. അപ്പോൾ 1 സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ എടുക്കണം. പ്ലസ് ജെയുടെ കോയിഫിഷ്യൻ്റ് ഇവിടെ 1, അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കണം. 1ൻ്റെ സ്ക്വയർ അഗെയിൻ. പ്ലസ് ഇവിടെ കെയുടെ കോയിഫിഷ്യൻ്റ് 2 ആണ്, അപ്പോൾ 2ൻ്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, ഐ പ്ലസ് ജെ പ്ലസ് 2k ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ടിനകത്ത് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 1 തന്നെ. പ്ലസ് 1 സ്ക്വയർ അഗെയിൻ 1 പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. വീണ്ടും എഴുതുക, ഐ പ്ലസ് ജെ പ്ലസ് 2k 6 അല്ലേ, റൂട്ട് 6 എന്ന് വരും. അപ്പം ഇതിനെ വേണേൽ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നായിട്ട് എഴുതാം. 1/√6i പ്ലസ് 1/√6j പ്ലസ് 2/√6k. ഇതായിരിക്കും നമ്മുടെ റെക്വേർഡ് ആൻസർ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഐ പ്ലസ് ജെ പ്ലസ് 2k എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. Find the unit vector in the direction of the vector PQ, where P and Q are the points 1, 2, 3, 4, 5, 6 respectively. അപ്പോൾ പി ക്യു എന്നുള്ളതിൻ്റെ ഡയറക്ഷനിൽ വരയ്ക്കുന്ന ഒരു യൂണിറ്റ് വെക്ടർ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുവാണ്. പി ക്യു എങ്ങനെയാണ് കിട്ടുന്നത്, 2 പോയിന്റ്സ് തന്നേക്കുന്നത്. പി ക്യു ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ അതിന് പകരം 2 പോയിന്റ്സ് പി ക്യു ആണ് തന്നേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പി ക്യു എന്നുള്ള വെക്ടർ കണ്ടുപിടിക്കണം അല്ലേ. പി ക്യു എന്നുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ പി ക്യു എന്നുള്ള 2 പോയിന്റുകളാണെങ്കിൽ ഇത് പി, ഇത് ക്യു ആണ്. പി ക്യു എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം വെക്ടർ, പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇപ്പം ഇത് ഒറിജിൻ ആണെങ്കിൽ ഇത് പി എന്നുള്ള പോയിന്റ്, പി XYZ. ഇത് ക്യു X1 Y1 Z1. ഓക്കെ, X1 Y1 Z1. ഇത് X2 Y2 Z2. ഇത് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് OP, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇത് OQ. നമുക്ക് വേണ്ടത് PQ. PQ എന്നുള്ള വെക്ടർ എങ്ങനെ കാണാമെന്നാ പറഞ്ഞേ, Q മൈനസ് പി ചെയ്യണം അല്ലേ. Q മൈനസ് പി ചെയ്യണം. OQ മൈനസ് OP ആണ്. PQ എന്ന് പറഞ്ഞാൽ OQ വെക്ടർ OQ മൈനസ് OP ആണ് അല്ലേ. വെക്ടർ OQ മൈനസ് OP ആണ്. വെക്ടർ PQ എന്ന് പറഞ്ഞാൽ OQ വെക്ടർ OQ മൈനസ് വെക്ടർ OP ആണ് അല്ലേ. അതായത് വെക്ടർ OQ എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ് 4, 5, 6 എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പം എന്ത് ചെയ്താൽ മതി, 4, 5, 6 എന്ന് പകരം IJK കമ്പോണന്റ് കൊടുത്തിട്ട് അങ്ങ് എഴുതിയാൽ മതി. 4i പ്ലസ് 5j പ്ലസ് 6k മൈനസ് OP എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനിൽ നിന്ന് പോയിന്റ് പിയിലേക്ക് വരയ്ക്കാവുന്ന ആ വെക്ടർ. അതായത് ഇവിടെ 1, 2, 3 ആണ്, അതിന് കമ്പോണന്റ് J കമ്പോണന്റ് കൊടുത്താൽ മതി, K കമ്പോണന്റ് കൊടുത്താൽ മതി. അപ്പോൾ I പ്ലസ് 2j പ്ലസ് 3k. ഇനി എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ 4i പ്ലസ് 5j പ്ലസ് 6k മൈനസ് ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന മൈനസ് എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ, മൈനസ് ഇൻറ്റു i മൈനസ് ഇൻറ്റു പ്ലസ് 2j മൈനസ് 2j മൈനസ് ഇൻറ്റു 3k മൈനസ് 3k. നോക്കാം സിമിലർ കമ്പോണൻറ്റുകൾ നോക്കാം. ഇവിടെ 4i ഉണ്ട്, ഇവിടെ ഒരു മൈനസ് i ഉണ്ട്. 4 മൈനസ് 1 അപ്പോൾ 3i വരും. ഇവിടെ ഒരു 5j ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2j ഉണ്ട്. അപ്പോൾ 5 മൈനസ് 2 ഇപ്പോൾ പ്ലസ് 3j വരും. ഇവിടെ ഒരു 6k ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 3k ഉണ്ട്. അപ്പോൾ 6 മൈനസ് 3 പ്ലസ് 3k വരും. അപ്പം 3i പ്ലസ് 3j പ്ലസ് 3k ആണ് ഇവിടുത്തെ PQ എന്ന് പറഞ്ഞാൽ. നമ്മളോട് പറഞ്ഞേക്കുന്നത് യൂണിറ്റ് വെക്ടർ ആണ് ചോദിച്ചേക്കുന്നത്. കുറച്ച് മുമ്പേ നമ്മൾ ചെയ്തിരുന്നു, അത് നമുക്ക് ഓൾറെഡി വെക്ടർ തന്നിരുന്നതാണ്. അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന ആ വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ് ആയിരുന്നു. ഇപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ പോയിന്റ് തന്നിരുന്നത്, ആ പോയിന്റിൽ നമ്മൾ വെക്ടർ ഇപ്പോൾ കണ്ടുപിടിച്ചു. ഈ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ വെക്ടർ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോഡുലസ് വാല്യൂ. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. മോഡുലസ് ഓഫ് PQ ആദ്യം കാണണം. ഒരു വെക്ടർ തന്നാൽ അതിൻ്റെ മോഡുലസ് കാണാൻ നമുക്കറിയാം അല്ലേ. സ്ക്വയർ റൂട്ടിനകത്ത് IJK
കോയിഫിഷ്യൻസിന്റെ സ്ക്വയേഴ്സിന്റെ സം എടുക്കുക. സ്ക്വയർ റൂട്ടിനകത്ത് ഐയുടെ കോയിഫിഷ്യന്റ് 3, അപ്പം അതിന്റെ സ്ക്വയർ കൊടുക്കുക. പ്ലസ് ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് 3, അതിന്റെ സ്ക്വയർ കൊടുക്കുക. പ്ലസ് ഇവിടെ കെയുടെ കോയിഫിഷ്യന്റ് 3, അതിന്റെ സ്ക്വയർ കൊടുക്കുക. അപ്പം സ്ക്വയർ റൂട്ടിനകത്ത് 3 സ്ക്വയർ 9 പ്ലസ് അഗെയിൻ 9 അഗെയിൻ 9 പ്ലസ് 9 പ്ലസ് 9 വരും. അതായത് 3 ഇൻറ്റു 9 3 ടൈംസ് 9 വരും √27 അല്ലേ? √27 വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ 3√3 എന്ന് എഴുതാം അല്ലേ? 3√3 എന്ന് എഴുതാം. യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യൂവിൻ്റെ അതേ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആ പി ക്യു എന്താണോ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഏത് വെക്ടറാണോ യൂണിറ്റ് വെക്ടർ കാണാൻ അതേ ഡയറക്ഷനിൽ ഒരു വെക്ടർ തന്നാൽ അതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് വാല്യൂ. അപ്പോൾ പി ക്യൂവിൻ്റെ ഡയറക്ഷനിലുള്ള കാണാനാണ് പറഞ്ഞേക്കുന്നത് യൂണിറ്റ് വെക്ടർ. അപ്പോൾ പി ക്യൂ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പി ക്യൂ കണ്ടുപിടിച്ചു. ആദ്യത്തെ വെക്ടർ എന്തായിരുന്നു? 3i പ്ലസ് 3j പ്ലസ് 3k എന്ന് കണ്ടുപിടിച്ചു. അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് എടുക്കുക. അതിൻ്റെ മോഡുലസ് എടുക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? മോഡുലസ് എടുത്ത് ഇപ്പോൾ തൊട്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നു? 3√3 അല്ലേ? അപ്പോൾ ആ 3√3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഓരോ ടൈമിനെയും 3√3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത് കളയാൻ നമ്മുടെ വാല്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്തെടുക്കാം. 3i ഡിവൈഡഡ് ബൈ 3√3 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 3 ഡിവൈഡ് ബൈ 3√3 j 3 ഡിവൈഡ് ബൈ 3√3k ഓരോന്നിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് i കമ്പോണൻറ്റ്, j കമ്പോണൻറ്റ്, k കമ്പോണൻറ്റ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഇനി കട്ട് ചെയ്ത് കളയാലോ. ഇവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? ഇവിടെ 3 ഉണ്ട്, ഈ 3യും കട്ട് ചെയ്ത് കളയാം. ഈ 3 ഉണ്ട്, ഈ 3 കട്ട് ചെയ്ത് കളയാം. ഈ 3യും കട്ട് ചെയ്ത് കളയാം. ബാക്കി വരുന്നത് എന്താ? √3 അല്ലെങ്കിൽ 1/√3i ഇങ്ങനെ എഴുതാം. 1/√3i പ്ലസ് 1/√3j പ്ലസ് 1/√3k. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യു എന്ന് പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലായോ? ഒരു വെക്ടർ തന്നാൽ അതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ ആ വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ് ചെയ്താൽ മതി. മോഡുലസ് കാണാൻ നമ്മൾ പഠിച്ചതാണ്. സ്ക്വയർ റൂട്ടിനകത്ത് ഐയുടെ, ജെയുടെ, കെയുടെ കോയിഫിഷ്യൻസ് എടുക്കുക, അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എടുക്കുക. ഓക്കെ, ഇപ്പോൾ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിപ്പം പി ക്യൂ എന്നുള്ള 2 പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് ആ പി ക്യൂവിൻ്റെ അതേ ഡയറക്ഷൻ ഉള്ളത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 2 വെക്ടർ ആയിട്ട് തരും. വേറെ 2 വെക്ടർ തന്നിട്ട് ഇപ്പോൾ എ ബി എന്നുള്ള 2 വെക്ടർ തന്നാൽ എ പ്ലസ് ബിയുടെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ അപ്പോൾ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി കാണുക, എ പ്ലസ് ബിയുടെ മോഡുലസ് എടുക്കുക, എന്നിട്ട് എ പ്ലസ് ബി എന്നുള്ള വെക്ടർ കിട്ടും. ആ വെക്ടർ ഡിവൈഡ് ബൈ ആ വെക്ടറിൻ്റെ മോഡുലസ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ പല രീതിയിൽ ഒരേ മോഡൽ പ്രോബ്ലം പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതുകൂടെ നമുക്ക് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ദ ഗിവൺ വെക്ടേഴ്സ് വെക്ടർ എ ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് 2k ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു 6i പ്ലസ് 2j പ്ലസ് 3k ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ എ പ്ലസ് ബി. അപ്പോൾ നമ്മളോട് എ പ്ലസ് ബിയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മുമ്പ് ചെയ്ത 2 പ്രോബ്ലം പോലെ തന്നെ, പക്ഷേ വേറെ രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. 2 വെക്ടർ ഫോമിലാണ് ഇങ്ങനെ എ ബി എന്ന് പറയുന്നത്. നമ്മളോട് എന്ത് കാണണം? എ പ്ലസ് ബി കാണണം. എ പ്ലസ് ബിയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാനാണ് പറഞ്ഞേക്കുന്നത്. മുമ്പേ പറഞ്ഞാൽ എ പ്ലസ് ബി കാണാനാണ് പറഞ്ഞേക്കണമെങ്കിൽ എ പ്ലസ് ബി ആദ്യം കാണുക. 2 വെക്ടർ ഉപയോഗിച്ച് എ പ്ലസ് ബി കാണാൻ 2 വെക്ടറിൻ്റെ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? ആ വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് 2 വെക്ടറും സം കാണുക. അപ്പോൾ ഒരു വെക്ടർ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ റിക്വയർഡ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം എ പ്ലസ് ബി കാണണം. വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താ? 2i മൈനസ് ജെ പ്ലസ് 2k. വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താ? 6i പ്ലസ് 2j പ്ലസ് 3k. നമുക്ക് എന്ത് കാണണം? ആദ്യം വെക്ടർ എ പ്ലസ് വെക്ടർ ബി കാണണം അല്ലേ? 2 വെക്ടർ തമ്മിൽ ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് ഐ കോയിഫിഷ്യൻ്റ്, ഐയുടെ കോയിഫിഷ്യൻ്റ് നമ്മൾ ആഡ് ചെയ്യുക, ജെയുടെ കോയിഫിഷ്യൻ്റ് നമ്മൾ ആഡ് ചെയ്യുക, കെയുടെ കോയിഫിഷ്യൻ്റ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ 2i മൈനസ് ജെ പ്ലസ് 2k എന്നുള്ളത് ഫസ്റ്റ് വെക്ടർ, അത് പ്ലസ് രണ്ടാമത്തെ വെക്ടർ 6i പ്ലസ് 2j
പ്ലസ് 3k. സിമിലർ കോഎഫിഷ്യൻ നമ്മൾ സിമിലർ കമ്പോണന്റുകൾ നമ്മൾ ആഡ് ചെയ്യാം. ഇവിടെ ഐയുടെ കമ്പോണന്റ് ഇവിടെ -2i. സിമിലർ കമ്പോണന്റുകൾ നമ്മൾ ആഡ് ചെയ്യാം. ഇവിടെ 2i, ഇവിടെ 6i. അപ്പോൾ 2i + 6i എന്താ വരും? 2 മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 2i + 6i എടുക്കുക, അത് നമ്മൾ ആഡ് ചെയ്യാം. ഇനി -j ഉണ്ട്, ഇവിടെ +2j ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യാം. -j + 2j പ്ലസ് ഇവിടെ +2 ഉണ്ട്, 2k ഉണ്ട്, ഇവിടെ ഒരു +3k ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യാം. മനസ്സിലായോ? ഇനി 2iയും 6iയും കൂടെ ആഡ് ചെയ്താൽ 8i അല്ലേ? 8i വരും. പ്ലസ് ഇവിടെ -jയും +2j ആണ്, +j എന്ന് വരും. 2k + 3k ദാറ്റ് ഈസ് 5k എന്ന് വരും. അപ്പോൾ a + b എന്നുള്ള വെക്ടർ കിട്ടി. 8i + j + 5k. ഇവിടെയൊക്കെ ക്യാപ്പുകളുണ്ട്, ഇപ്പോൾ ഇടുന്നില്ല. 8i ക്യാപ്പ്, 8 + j ക്യാപ്പ് + 5k ക്യാപ്പ്, അങ്ങനെ കിട്ടും a + b എന്നുള്ള വെക്ടർ. ഇനി a + b എന്നുള്ള വെക്ടർ കണ്ടു. ഇനി അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുക യൂണിറ്റ് വെക്ടർ in the direction of a + b. Vector a + vector b is equal to unit vector in the direction of vector a + vector b equal to ആ വെക്ടർ, അതായത് വെക്ടർ a + വെക്ടർ b ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ്, അതായത് വെക്ടർ a + വെക്ടർ b. ഓക്കെ, അപ്പോൾ a + b നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു. ഇനി എന്ത് വേണം? അതിൻ്റെ മോഡുലസും കൂടെ കാണണം. അപ്പോൾ അതിൻ്റെ മോഡുലസ് ഞാനിവിടെ കാണാണ്. മോഡുലസ് ഓഫ് വെക്ടർ a + വെക്ടർ b എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കാണുവാണേ. അപ്പോൾ ഇവിടെ a + b ഉണ്ട്. അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ടിനകത്ത് ഇവിടെ ഓരോ കോഎഫിഷ്യൻസ് എടുക്കുക. ഐയുടെ കോഎഫിഷ്യൻ്റ് 8, അതിൻ്റെ സ്ക്വയർ എടുക്കുക. എന്നിട്ട് എല്ലാം ഓരോന്നിൻ്റെ അതുപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയേഴ്സ് എടുക്കുക, അതിൻ്റെ സം എടുക്കുക. ഇവിടെ ഐയുടെ കോഎഫിഷ്യൻ്റ് 8 സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് 1, അപ്പോൾ 1ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ കെയുടെ കോഎഫിഷ്യൻ്റ് 5ൻ്റെ സ്ക്വയർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 8ൻ്റെ സ്ക്വയർ 64 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1, 5ൻ്റെ സ്ക്വയർ 25. എല്ലാം കൂടെ ആഡ് ചെയ്താൽ 64 + 1 65, 65 + 25 90 വരും അല്ലേ? മോഡുലസ് ഓഫ് വെക്ടർ a + b എന്ന് പറഞ്ഞത് √90 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ a + വെക്ടർ b എന്ന് പറഞ്ഞാൽ വെക്ടർ a + വെക്ടർ b ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ a + വെക്ടർ b ആണ്. സോ അതനുസരിച്ച് നമ്മൾ വാല്യൂസ് ഇവിടെ കൊടുക്കുക. വെക്ടർ a + വെക്ടർ b എന്ന് പറഞ്ഞാൽ എന്താ? 8i + j + 5k ഇതായിരുന്നു, ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോഡുലസ് വാല്യൂ √90. ഓക്കെ, ഇതിനെ വേണേൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 8/√90 സിംപ്ലിഫൈ ചെയ്യാനൊന്നും പോണ്ട. 8/√90i + 1/√90j + 5/√90k. ഇത്ര എഴുതി നിർത്താം. ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ a + b എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള പ്രോബ്ലംസ് ഡോട്ട് പ്രൊഡക്റ്റ് വന്നത്, ക്രോസ് പ്രൊഡക്റ്റ് വന്നത്, അതുപോലെ ഇതിലെ എക്സ്ട്രാ പ്രോബ്ലംസ് ഡയറക്ഷൻ ക്രോസൈൻസ്, ഡയറക്ഷൻ റേഷ്യോസ്, ഇതെല്ലാം കാണുന്ന ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. അതുപോലെ ഏതെങ്കിലും പ്രത്യേക ടോപ്പിക് എടുത്ത് തരണമെങ്കിൽ അതും മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു.